जनगणमन अधिनायक जय എന്താലേ എങ്ങോട്ടാ നമ്മുടെ നാടിന്റെ പോക്ക്? വന്ദേമാതരം ഗീതം ചൊല്ലുന്നതിന്റെ തർക്കത്തിനിടയ്ക്ക് ദേശീയഗാനം ചൊല്ലുന്നു, വന്ദേമാതരം ഗീതം ചൊല്ലുന്നു. ദേശീയഗാനം ഏതാ, വന്ദേമാതരം ഗീതം ഏതാ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ രാജ്യസ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യദിനത്തിന്റെ നല്ലൊരു നിമിഷത്തെ തന്നെ ഇല്ലാണ്ടാക്കി. ഈഗോ, പരസ്പരം ഈഗോ. വന്ദേമാതരം പാടണം നിർബന്ധം, പാടണ്ടാന്ന് നിർബന്ധം. ഇതുകൊണ്ടൊക്കെ നമ്മുടെ രാജ്യത്തിന് എന്ത് ഗുണമുള്ളത്? നിങ്ങൾ പാർട്ടിക്കാർ ആളുകൾ ഇതേപോലെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് പോകും. ഇതുകൊണ്ട് തല്ലുണ്ടാക്കുന്നത് പാവപ്പെട്ട മനുഷ്യന്മാരാണ്. അന്നന്ന് തൊഴിലെടുത്ത് ജീവിക്കുന്ന ആൾക്കാർ നിങ്ങളെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കോൺട്രവേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വന്ന് വീണ് അവരുടെ ജീവിതം, അവരുടെ കുടുംബത്തിന്റെ ജീവിതം ഇല്ലാണ്ടാക്കുക. എന്തിനാണ് വെറുതെ? എന്താവശ്യത്തിനാണ്? വന്ദേമാതരം ഗീതം ചൊല്ലി എന്ന് വെച്ചിട്ട് എന്താണ് പ്രശ്നം? ഇനി അതല്ല, ചൊല്ലണമെന്ന് എന്താണ് നിങ്ങൾക്ക് എത്ര നിർബന്ധം? വന്ദേമാതരം ഭരണഘടനാപരമായി ഇതുവരെ അതിന്റെ 2 സ്റ്റാൻസുകൾ 6 വരി എന്തൊക്കെയാണ് ഇതുവരെ പാടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മുഴുവനായിട്ട് പാടണം നിർബന്ധം വരുന്നു. ഒരു കൂട്ടർക്ക് അത് പാടണ്ടെന്ന് നിർബന്ധം വരുന്നു. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാണാതെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള സ്കൂളിൽ പഠിക്കുന്ന LP UP സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പോകാൻ സ്കൂളിലേക്ക് വഴികളില്ല. ചളിയും ചളിക്കുണ്ടും നദികളൊക്കെ കടന്ന് സ്കൂളിലേക്ക് കുട്ടികൾ എത്തുമ്പോൾ അവർക്ക് ഇരിക്കാൻ ബെഞ്ചില്ല, അവർക്ക് പഠിക്കാൻ നല്ലൊരു സൗകര്യമുള്ള ബിൽഡിംഗ് ഇല്ല. മേൽക്കൂരകൾ പൊടിഞ്ഞു വീണിട്ട് കുട്ടികൾ അപകടം പറ്റി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. നല്ല ഭക്ഷണം കൊടുക്കാൻ, നല്ല വെള്ളം കൊടുക്കാൻ, വൃത്തിഹീനമായ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഇതുവരെ വന്ന സർക്കാരുകൾക്കും ആർക്കും പറ്റിയിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും വന്ദേമാതരം ഗീതം ചൊല്ലുന്നത് മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും പ്രശ്നം പറഞ്ഞ് പാണക്കാട് തങ്ങളുടെ വീട്ടിലേക്കും സവർക്കറുടെ വീട്ടിലേക്കും മോഡിന്റെ വീട്ടിലേക്കും തന്തയ്ക്കും തള്ളക്കൊക്കെ വിളിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചെങ്കിലും നാണം മാനം ഉടുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസമെങ്കിലും നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് നിങ്ങൾ തമ്മിൽ തല്ലി ചാവാൻ വേണ്ടിയിട്ടല്ല. ആർക്കു മുന്നിലും അടിയറവ് പറയാതെ, ആർക്കു മുന്നിലും തലകുനിക്കാതെ നിവർന്നു നിന്ന് നട്ടലോടെ പണിയെടുത്തൊരു രാഷ്ട്രമുണ്ടാക്കി ആ രാഷ്ട്രത്തിനുള്ളിൽ നമുക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യം നേടി തന്നത് ഇതുപോലെ തല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. നല്ലപോലെ ജീവിക്കാനുള്ള അവകാശം, നല്ലപോലെ വിദ്യ അഭ്യസിക്കാനുള്ള അവകാശം, ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവകാശം, ഭക്ഷണവും വെള്ളവും ഒക്കെ ശുദ്ധിയുള്ളത് കിട്ടുന്നതിനുള്ള അവകാശം, ഇതൊക്കെ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഭരണകൂടത്തെ അനുകൂലിക്കുന്ന ആരുടെങ്കിലും ഭാഗത്തോ എന്തെങ്കിലും നെറുകേട് കാണുമ്പോൾ, തെറ്റ് കാണുമ്പോൾ അതൊന്ന് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമ്മുടെ നാട്ടിലില്ല. നിങ്ങൾ വന്ദേമാതരം ഗീതം ചൊല്ലാമോ ചൊല്ലാൻ പാടില്ലോ എന്ന് പറഞ്ഞ് തർക്കിച്ച് ജനങ്ങളിലേക്ക് ഒരു നെഗറ്റിവിറ്റി കൊണ്ടുവന്നിട്ട് അവിടെയും ഒരു മതവർഗീയത അല്ലെങ്കിൽ മതവിഭജനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ട് വന്ദേമാതരമൊക്കെ ചൊല്ലുന്നതിന്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ദേശസ്നേഹം തുളുമ്പുക. പൊട്ടന്മാരാണോ നിങ്ങൾ? നിങ്ങളുടെയൊക്കെ നേതാക്കന്മാരെ മക്കള് ഒരുപാട് പൈസ കൊടുത്ത് പ്രൈവറ്റ് സ്കൂളുകളിൽ ഫുൾ സൗകര്യങ്ങളോടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മക്കൾ ഇരിക്കാൻ ബെഞ്ചില്ലാതെ, നടക്കാൻ വഴിയില്ലാതെ, പൊളിഞ്ഞു നീങ്ങുന്ന കെട്ടിടങ്ങൾ, പഠിക്കാൻ സൗകര്യമില്ലാത്ത, കുടിക്കാൻ ശുദ്ധജലം കിട്ടാത്ത, നേരാവണ്ണം ഭക്ഷണം പോലും കിട്ടാത്ത സ്കൂളുകളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്.